Hi friends, welcome back to my channel. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് സാറ്റിൻ റിബൺ കൊണ്ടുള്ള ഈ ഒരു ഹെയർ ബാൻഡ് ആണ്. അപ്പോൾ അതിന് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഈ ഫ്ലവേഴ്സ് ആണ് നമുക്ക് ഓരോ ബാച്ച് ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിന്റെ ബേസും അതിനകത്തുള്ള ഫ്ലവറും ഉണ്ടാക്കിയെടുക്കണം. പിന്നെ നമുക്ക് ലീവ്സ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ആദ്യമായിട്ട് ഈ ഒരു ബാക്ക് സൈഡിൽ കാണുന്ന ആ ഒരു വലിയ പെറ്റൽ പോലെയുള്ള അതാണ് നമുക്ക് ഉണ്ടാക്കിയെടുക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ ഒരു ലൈറ്റ് ഓറഞ്ച് അല്ലെങ്കിൽ ഒരു പീച്ച് പോലെയുള്ള ഒരു കളറിലുള്ള ഒരു റിബണാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ മെഷർമെൻറ്റ് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ 5 സെൻറ്റിമീറ്റർ വീതിയാണെങ്കിൽ അതിൻ്റെ ഇരട്ടി നീളം എടുക്കുക, അതായത് 10 എടുക്കുക. ഇവിടെ ഇപ്പോൾ ഞാൻ 4 സെൻറ്റിമീറ്റർ ഉള്ള ഒരെണ്ണമാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് വെക്കാൻ വേണ്ടി ഇതുപോലെ അല്ലിയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സിനുള്ള ഈ ഒരു സെപ്പൽസ് നമുക്ക് എടുക്കാം. അപ്പോൾ ഞാനത് നീളത്തിലെടുത്തിട്ട് ഹാഫായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുക. അപ്പോൾ ഇത്രയും സാധനങ്ങൾ നമുക്ക് ആവശ്യമായിട്ടുണ്ട്. പുറത്ത് ഏറ്റവും ബാക്ക് സൈഡിലുള്ള ഓറഞ്ച് കളറും പിന്നെ നടുക്കുള്ള ആ ഒരു ഓഫ് വൈറ്റ് കളറും ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ ലീഫിന് വേണ്ടിയിട്ട് ഗ്രീൻ കളറും. അപ്പോൾ ഫസ്റ്റ് നമുക്കിൻ്റെ ബാക്ക് സൈഡിലുള്ള ആ ഓറഞ്ച് കളർ എടുക്കാം. അപ്പം ഞാനിവിടെ 4 സെൻറ്റിമീറ്റർ വീതി ഉള്ളത് കൊണ്ട് അതിൻ്റെ ഇരട്ടിയായിട്ട് 8 സെൻറ്റിമീറ്റർ നീളത്തിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ 4 × 8. ഇനി നമുക്ക് രണ്ട് സൈഡും, അതായത് നല്ല ഭാഗം പുറത്തിരിക്കണം, അതേപോലെ ഇങ്ങനെ നമുക്കൊന്ന് മടക്കിയെടുക്കാം. കണ്ടില്ല? അപ്പോൾ ഷൈനിങ് പോർഷൻ നമുക്കിപ്പോൾ കാണാൻ പറ്റുന്ന രീതിയിലായിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നും കൂടി ഇതൊന്ന് മടക്കി എടുക്കണം. അപ്പോൾ ഒരു ട്രയാങ്കിൾ, ഒരു കോൺ ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട്. ഇനി അധികമായിട്ട് കിടക്കുന്ന ആ ഒരു റിബണിൻ്റെ പോർഷനൊക്കെ നമുക്കൊന്ന് കട്ട് ചെയ്ത് കളയാം. അപ്പോൾ കറക്റ്റ് ആ ഒരു ഷേപ്പ് കിട്ടുന്ന രീതിയിൽ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഉരുക്കിയെടുക്കണം. അപ്പോൾ ആ ഒരു പോർഷൻ നമുക്ക് നന്നായിട്ട് ഫിക്സ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഒരു ലൈറ്റർ ഉപയോഗിച്ചോ അല്ലെങ്കിൽ ക്യാൻഡിൽ ഉപയോഗിച്ചോ ഇതേപോലെ നമുക്കൊന്ന് ഫിക്സ് ആക്കി എടുക്കാം. അപ്പോൾ അത് നന്നായിട്ട് ഒട്ടിക്കിട്ടണം. ഓക്കെ, അപ്പോൾ അതിനുശേഷം ഈ ഒരു ഷേപ്പ് നമുക്ക് കിട്ടും. അപ്പോൾ ആ ഒട്ടിച്ച ആ ഒരു പോർഷൻ ഉണ്ടല്ലോ, അത് കുറച്ച് താഴേക്ക് ഇതേപോലെ ഒന്ന് മടക്കി വെക്കുക. കണ്ടില്ലേ? എന്നിട്ട് ആ മടക്കി വെച്ച പോർഷൻ്റെ അറ്റത്തുള്ള ആ പോർഷൻ കുറച്ചൊന്ന് കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ വീണ്ടും ഒന്ന് ഉരുക്കിയെടുക്കണം. അപ്പോൾ നമുക്ക് നന്നായിട്ട് അത് ഒട്ടിക്കിട്ടും. അങ്ങനെ ഒട്ടിച്ചെടുത്തതിന് ശേഷം നോക്കി നമ്മുടെ ആ ബാക്ക് സൈഡിലുള്ള പെറ്റൽ ഏകദേശം ഷേപ്പ് കറക്റ്റായിട്ട് കിട്ടി. ഇനി നമുക്ക് അതിൻ്റെ ടിപ്പിൻ്റെ ആ ഭാഗത്തേക്ക് കുറച്ചൊരു ഹോട്ട് ഗ്ലൂ ഒന്ന് അപ്ലൈ ചെയ്തിട്ട് ഇതേപോലെ ഒന്ന് പിൻ ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് കറക്റ്റ് ഒരു ലീഫിൻ്റെ ഒരു ഷേപ്പ് കിട്ടും. കണ്ടില്ലേ? അപ്പോൾ ഇതേപോലെ ഞാനൊരു 6 എണ്ണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഇതും കൂടെ ചേർത്താണ്. അപ്പം ഒരു 6 എണ്ണോ അല്ലെങ്കിൽ 7 നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും പീസിൽ നിങ്ങൾക്ക് ഇതേപോലത്തെ ബേസ് ഉണ്ടാക്കി വെക്കാം. അപ്പോൾ എത്ര ഫ്ലവേഴ്സ് വേണോ അത്രയും എണ്ണം ഉണ്ടാക്കുക. ഇനി ഇതിൻ്റെ നടുക്കുള്ള പോർഷനിലെ ആ ഫ്ലവറാണ് നമുക്ക് ഉണ്ടാക്കിയെടുക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ചെറിയൊരു 2.5 സെൻറ്റിമീറ്ററിൻ്റെ വീതിയും നീളം 3 സെൻറ്റിമീറ്ററുമാണ്, കുറച്ചും കൂടെ കൂടുതലാണ്. അപ്പോൾ അതിൻ്റെ ഷൈനിങ് പോർഷൻ അകത്ത് വരുന്ന രീതിയിൽ വേണം നമുക്ക് ഇതുപോലെ ഒന്ന് പിൻ ചെയ്തിട്ട് ഒന്ന് ഒട്ടിച്ചെടുക്കണം. ഓക്കെ, ഷൈനിങ് പോർഷൻ അകത്ത് വരണം. ഇനി ഇത് തിരിച്ചിടുക. അപ്പോൾ നമ്മുടെ ഷൈനിങ് പോർഷൻ ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. എന്നിട്ട് ഇതേപോലെ ഒന്ന് അതിൻ്റെ അറ്റം ഒന്ന് പുറത്തേക്ക് തള്ളിക്കൊടുക്കുക. എന്നാലേ നമുക്ക് ആ കറക്റ്റ് ഒരു ട്രയാങ്കിൾ ഷേപ്പ് കിട്ടത്തുള്ളൂ. കണ്ടില്ലേ? ഇനി നമുക്കിത് തിരിച്ചു വയ്ക്കുക. തിരിച്ചു വച്ചതിന് ശേഷം രണ്ട് സൈഡും അകത്തേക്കൊന്ന് മടക്കി വയ്ക്കുക. ഇതേപോലെ ഒന്ന് മടക്കി വയ്ക്കാം. കണ്ടില്ലേ? ഇനി അത് തിരിച്ചു വെച്ച് ഒന്നും കൂടെ തിരിച്ചു വയ്ക്കുക. അതിനുശേഷം ഇത് താഴേക്ക് മടക്കി വയ്ക്കുക. ഒന്ന് താഴെ അറ്റത്ത് മുട്ടുന്നത് വരെ. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ ഈ രണ്ട് സൈഡിലും കാണുന്ന താഴ്ഭാഗത്ത് നമ്മൾ മുട്ടിച്ച് വെച്ചിട്ട് രണ്ട് സൈഡിലും കുറച്ച് അധികം പോർഷൻ കിടക്കുന്നത്, ആ ഒരു പോർഷൻ നമുക്കൊന്ന് ഉരുക്കിയെടുക്കാം. എന്നിട്ട് ഒന്ന് പിൻ ചെയ്തെടുക്കുക ഇതേപോലെ. അപ്പോൾ നമുക്കൊരു പെറ്റലിൻ്റെ ഷേപ്പ് കിട്ടും. അപ്പോൾ ഇതേപോലെ ഒരു 6 പീസ് നമ്മൾ ഉണ്ടാക്കി വെക്കണം. അതായത് ഒരു ഫ്ലവർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് 6 പീസസ് ആണ് വേണ്ടത്. കണ്ടില്ലേ? ഇതേപോലെ. ഇനി അതിൻ്റെ നല്ല പോർഷൻ അകത്ത് വരുന്ന രീതിയിൽ ഒന്ന് മടക്കി വെച്ചതിന് ശേഷം ഇതേപോലെ സൈഡിലേക്ക് നമുക്കൊന്ന് ഒട്ടിച്ചെടുക്കണം. ദാ ഇതേപോലെ സൈഡ് കാണുന്ന രീതിയിൽ അതിൻ്റെ നല്ല ഭാഗം പുറത്തേക്കിരിക്കണം. ഇനി അടുത്ത പെറ്റൽ നമുക്ക് അതേപോലെ ഒട്ടിച്ചെടുക്കാം. മടക്കി വെക്കുക. എന്നാലും നമുക്ക് നന്നായിട്ട് കാണാൻ പറ്റത്തുള്ളൂ. നെക്സ്റ്റ് ഒരു പോർഷൻ ഒട്ടിച്ചെടുക്കാൻ എളുപ്പമായിരിക്കും. അങ്ങനെ നമ്മുടെ 6 പെറ്റൽസ് ഒട്ടിച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അതിൻ്റെ നടുക്കുള്ള അല്ലി, അതായത് ആ സെപ്പൽ എന്ന് പറയുന്ന, ഇപ്പം ഞാൻ ബ്ലാക്ക് കളറിലുള്ള സെപ്പൽസാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് നല്ല കോൺട്രാസ്റ്റ് ആയിരിക്കും ഈ ഒരു കളറിന്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു മാച്ചിങ് കളറിലുള്ള ആ ഒരു സെപ്പൽ ഇതിനകത്തേക്ക് നമുക്കൊന്ന് വയ്ക്കാം. അപ്പോൾ കണ്ടില്ലേ? ലാസ്റ്റ് ഒരു പോർഷൻ വിട്ട് വയ്ക്കുക. നമ്മൾ ആ സെപ്പൽ ഒട്ടിച്ചതിന് ശേഷമാണ് നമ്മൾ ഫൈനലി അതൊന്ന് ഫിക്സ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഞാനിപ്പോൾ ഒരു 5 or 6 ഒരു സെപ്പൽസ് മതിയാവും. ഇനി സെൻറ്ററിലേക്ക് കുറച്ച് ഹോട്ട് ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം ഇതേപോലെ വയ്ക്കുക. എന്നിട്ട് ഈ സൈഡിലുള്ള അതും കൂടെ ഒന്ന് ഒട്ടിച്ചെടുക്കുക.
താഴത്തെ പോർഷൻ ഒന്ന് പിഞ്ച് ചെയ്തിട്ട് നമുക്കൊന്നും കൂടെ ഒന്ന് കറക്റ്റായിട്ടൊന്ന് ഫിക്സ് ചെയ്തെടുക്കാം, ഗ്യാപ്പ് ഒന്നും വരാതെ നോക്കാം. ഇനി ഇതിൻ്റെ എക്സ്ട്രാ കിടക്കുന്ന ആ ഒരു പോർഷൻ ഉണ്ടല്ലോ, ആ ടെയിൽ പോർഷൻ, അതൊന്ന് കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ആദ്യം ഉണ്ടാക്കി വെച്ച ആ ഒരു പെറ്റ് ആ ഒരു ലീഫിൻ്റെ ഷേപ്പിലുള്ള അതിനകത്തോട്ട് നമുക്കൊന്ന് ഫിക്സ് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഒരു ഫ്ലവർ പോർഷൻ റെഡി ആയി കഴിഞ്ഞിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് ഒരു 6 എണ്ണം മൊത്തത്തിലൊന്ന് ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ ഈ ഒരു ഞാൻ കാണിച്ചിരിക്കുന്ന ഒരു ഹെയർ ബാൻഡ് ഉണ്ടാക്കാൻ ഒരു 6 എണ്ണമാണ് വേണ്ടത്. ഇനി നമുക്ക് ഇതിൻ്റെ സൈഡിൽ വെക്കാൻ വേണ്ടിയിട്ടുള്ള ലീവ്സ് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ ഈ ലീവ്സ് എന്ന് പറഞ്ഞാൽ ഞാൻ 2 തരത്തിലുണ്ടാക്കിയിട്ടുണ്ട്. ഇതേപോലത്തെ വലിയ ലീവ്സും പിന്നെ ചെറിയ ഒട്ടിച്ചെടുത്തേക്കുന്ന ലീവ്സും. അപ്പോൾ ഇത് നിങ്ങൾക്ക് അറിയാൻ മേലാത്തവരുണ്ടെങ്കിൽ നേരത്തെ വീഡിയോസ് കാണുക. ഞാനിതിൻ്റെ ഈ ലീവ്സ് ഉണ്ടാക്കുന്ന ഒത്തിരി വീഡിയോസ് നേരത്തെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഇത് ഞാൻ പെട്ടെന്നൊന്ന് കാണിച്ചു തരാം ഇതെങ്ങനെയാണെന്ന്. അപ്പോൾ നടുക്കൂടി ഇതേപോലെ ഒന്ന് ഉരുക്കിയെടുക്കുക. അതിനുശേഷം ഒരു ലീഫിൻ്റെ ഷേപ്പിൽ നമുക്ക് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇതിൻ്റെ ഓരോ മാർക്കിങ്സ് ഉണ്ടല്ലോ, ഇടയ്ക്ക് കാണുന്ന വെയിൻസ്, ആ ഒരു വര പോലെയുള്ള പോർഷൻസ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് വീണ്ടും നിങ്ങളിതുപോലെ മടക്കിയതിന് ശേഷം ഒന്നും കൂടെ ഒന്ന് ഉരുക്കിയെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ ലീവ്സ് എല്ലാം കറക്റ്റായിട്ട് കിട്ടും, ആ ഒരു ഷേപ്പ് എല്ലാം കറക്റ്റായിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ ഇത് ഒട്ടിപ്പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പം ഞങ്ങളുടെ നേരത്തെ വീഡിയോസ്, ഞാൻ ഹെയർ ബാൻഡിൻ്റെ വീഡിയോസ് ഇട്ടതൊക്കെ കാണാൻ ആരും മറക്കരുത്. കണ്ടിട്ടില്ലാത്തവർ ഒന്നും കൂടെ കാണുക. അപ്പോൾ നമ്മുടെ ലീവ്സ് എല്ലാം റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കത് ഒരു ഹെയർ ബോ എടുത്തിട്ട് അതിനകത്തേക്ക് എങ്ങനെ ഫിക്സ് ചെയ്യാം നോക്കാം. അപ്പോൾ ഹെയർ ബോയിൽ ഞാൻ ഇതേപോലെ ഒരു ഫോം ഷീറ്റ് ഒട്ടിച്ചിട്ടുണ്ട്. അല്ലെ ഫെൽറ്റ് ക്ലോത്ത് ആണെങ്കിലും മതി, ഒന്ന് ഒട്ടിച്ചെടുക്കുക. ഒട്ടിച്ചെടുത്തതിന് ശേഷം വലിയ ലീവ്സ് ആദ്യം അതിൻ്റെ സൈഡിലായിട്ട്, അതായത് അതിൻ്റെ എൻഡ് പോർഷനിലേക്ക് ഒന്ന് ഒട്ടിച്ചു വയ്ക്കുക. ഓക്കെ, അതിന് മുകളിലായിട്ട് നമുക്ക് നമ്മുടെ ഓരോ ഫ്ലവേഴ്സും നമുക്ക് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ആദ്യം ഞാൻ ഒരെണ്ണം നടുക്കൊട്ടിച്ചു, പിന്നെ 2 സൈഡിലായിട്ട് താഴെ വരുന്നത് സൈഡിലേക്കിരിക്കുന്ന രീതിയിൽ വേണം ഒട്ടിച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഗ്യാപ്പ് ഒന്നും വരാത്ത രീതിയിൽ നല്ല ഭംഗിയായിട്ട് ഒട്ടിച്ചെടുക്കണം. ഇങ്ങനത്തെ ബോസൊക്കെ നമ്മൾ പുറത്ത് മേടിക്കാനാണെങ്കിൽ ഒത്തിരി കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു ഹെയർ ബാൻഡ്സ് ആണ് ഇതൊക്കെ. അപ്പോൾ ഈ ബോസിന് ഈ ഹെയർ ബോസൊക്കെ പാർട്ടി വെയർ ഹെയർ ബോസ് ആണ്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ നമ്മുടെ കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടും. അതേപോലെ ഗിഫ്റ്റായിട്ടൊക്കെ ചെയ്യാനായിട്ട് നല്ലൊരു ഐറ്റം ആണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് ഇതിൻ്റെ സ്പേസ് ഉള്ള ഒരു പോർഷൻ, അതിൻ്റെ ഇടയ്ക്ക് കാണുന്ന ഗ്യാപ്പുള്ള പോർഷനിലൊക്കെ നമുക്ക് നമ്മുടെ ഈ ചെറിയ ലീവ്സ് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ഗ്യാപ്പൊക്കെ നികലും. അതുപോലെ തന്നെ നമുക്ക് അതിനൊരു ഫിനിഷിങ് കിട്ടും. ഓക്കെ, നമ്മുടെ ഹെയർ ബോ ഏകദേശം ഫൈനൽ ഒരു ഫിനിഷിങ്ങിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുള്ളവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതേപോലെ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇതേപോലെയുള്ള വീഡിയോസുമായി ഞങ്ങൾ വീണ്ടും വരും. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.